അങ്ങനെ മറ്റൊരു വിഷുക്കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. അതിൻ്റെതായ കുറച്ച് തിരക്കിലാണ് ഞാനും. വിഷുവിന്റെ പോലെ തന്നെ തിരക്ക് പിടിച്ച ദിവസമാണല്ലോ മലയാളികൾക്ക്. വിഷുവിന് മുമ്പുള്ള 2 ദിവസവും വീട് വൃത്തിയാക്കലും അടിച്ചുവാരലും അങ്ങനെ കുറെ പണികൾ എന്തായാലും ചെയ്യല്ലേ. അപ്പൊ പിന്നെ മുഴുവനും ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടനെ പറഞ്ഞിട്ട് ഉണ്ണീനെ സെറ്റാക്കി TV ഒക്കെ വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. രാവിലെ തന്നെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഇരിക്കാലോ എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, ഇന്നത്തെ പണി കഴിയണ അനുസരിച്ചുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഒരു പരിപാടിയിൽ നിന്ന് വരുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യണമല്ലോ. അതങ്ങനെയാണല്ലോ അല്ലേ. വെയിലാവുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, എങ്ങനെ ചെയ്താലും വൈകുന്നേരം ആവും. കുറച്ചു നേരം ചെയ്യും, പോവും, മൊബൈൽ നോക്കി നിൽക്കും. കുറച്ചു നേരം ചെയ്യും, പോവും, TV കണ്ട് നിൽക്കും. അങ്ങനെയൊക്കെ നോട്ട പണി ഒറ്റയടിക്ക് പണി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, കുറച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്യാറ്. പിന്നെ ഇതൊക്കെ നാളെ കണി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. കഴിഞ്ഞ വിഷുവിന് എടുത്തിട്ട് പിന്നെ ഈ വിഷുവിനാണ് കേട്ടോ എടുക്കുന്നത്. ഇതെല്ലാം ഞാൻ പ്രസവിച്ച് വരുമ്പോൾ അമ്മ തന്നു വിട്ടതാണ്. പണ്ടൊക്കെ അച്ഛമ്മയാണ് വീട്ടിൽ കണി സെറ്റ് ചെയ്യാറ്. അച്ഛനും അമ്മയും കൂടെ അതിൻ്റെതായ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. നമ്മളിങ്ങനെ നോക്കലുള്ളൂ വല്ലപ്പോഴും. രാവിലെ എണീക്കുമ്പോഴത്തേക്കും കണി റെഡിയാണല്ലോ. എന്നാൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഞാൻ കണി വെക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണോ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആ ഒരു ഏജ് ലെവലൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജിൽ വന്ന് എത്തിയില്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളും എത്ര പേര് സ്വന്തം വീട്ടിൽ ഇതുപോലെ സ്വന്തമായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൃഷ്ണന് ഓർമ്മ വന്നു. എന്റെ കൃഷ്ണ പോയി കൃഷ്ണനെ എടുത്ത് തുടയ്ക്കാൻ റെഡിയായി നിന്നപ്പോൾ ഉണ്ണി വന്നു. അമ്മ ഞാൻ തുടയ്ക്കാന്നു, എന്നാ തുടക്കി എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ കൊടുത്തു കേട്ടോ. ഞാൻ പാത്രമൊക്കെ കഴുകി വയ്ക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും അവള് ചോദിക്കുന്നുണ്ട്, ഇത് വിഷുവിനാണോ, വിഷുവിന് ചെയ്യണാണോ എന്നൊക്കെ. അപ്പൊ അവർക്ക് ഉണ്ടാവില്ലേ കാര്യങ്ങൾ അറിയാനൊരു ക്യൂരിയോസിറ്റി. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവള് എന്റെ കൂടെ കൃഷ്ണനെ തുടയ്ക്കാൻ വേണ്ടി എന്റെ കൂടെ കൂടിയതാണ് കേട്ടാ. അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഏട്ടൻ വരുമ്പോൾ മുല്ലമുട്ട് കൊണ്ടുവന്നത്. മേടിച്ചതാണെന്ന് പറഞ്ഞു. അവ കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞപ്പോൾ ഒരു 7-7.5 മുളം കിട്ടി. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് നാളെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കിട്ടിയിട്ടാ. അപ്പൊ നിങ്ങൾ ആരൊക്കെ ഇതുപോലെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കമന്റ് ചെയ്യോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൊടുക്കോളൂ കേട്ടാ.